മാഞ്ചസ്റ്ററിൽ ഇംഗ്ലണ്ടിനെതിരെ സമനില പിടിച്ചുവാങ്ങിയ ആത്മവിശ്വാസത്തിൽ പരമ്പര 2-2 അവസാനിപ്പിക്കാനാണ് ഇന്ത്യ ഈ വ്യാഴാഴ്ച ഓവലിൽ നടക്കുന്ന അഞ്ചാമത്തെയും അവസാനത്തെയും ടെസ്റ്റിനിറങ്ങുന്നത്. പരമ്പരയിൽ 1-2 പിന്നിലായതിനാൽ ശുഭ്മാൻ ഗില്ലിനും സംഘത്തിനും വിജയം അനിവാര്യമാണ്. എന്നാൽ ഇംഗ്ലണ്ടിന് സമനില നേടിയാൽ പോലും പരമ്പര നേടാനാകും. മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ കളിച്ച ടീമിൽ നിന്ന് പല മാറ്റങ്ങളോടെയാകും ഇന്ത്യ ഓവലിൽ ഇറങ്ങുക. പ്രധാന താരങ്ങളുടെ പരുക്കും ഫിറ്റ്നസ് പ്രശ്നങ്ങളുമാണ് ഈ മാറ്റങ്ങൾക്ക് കാരണം. 5 മാറ്റങ്ങൾ വരെ ഇന്ത്യൻ ടീമിൽ പ്രതീക്ഷിക്കാം. ഈ നിർണായക പോരാട്ടത്തിൽ ഇന്ത്യയുടെ സാധ്യത ടീം എങ്ങനെയായിരിക്കുമെന്ന് വിശദമായി അറിയേണ്ടിയിരിക്കുന്നു. ഇന്ത്യയുടെ ടോപ്പ് 4 ബാറ്റിംഗ് ലൈനപ്പിൽ കാര്യമായ അഴിച്ചുപണികൾക്ക് സാധ്യതയില്ല. KL രാഹുൽ യുവതാരം യശസ്വി ജയ്സ്വാളിനൊപ്പം ഒരിക്കൽ കൂടി ഓപ്പൺ ചെയ്യും. ഈ പരമ്പരയിൽ രാഹുലിന്റെ പ്രകടനം ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ ശക്തി കേന്ദ്രമായിരുന്നു. സ്ഥിരതയാർന്ന പ്രശ്നങ്ങളിലൂടെ അദ്ദേഹം ടീമിന് മികച്ച തുടക്കം നൽകുകയും വലിയ സ്കോറുകളിലേക്ക് നയിക്കുകയും ചെയ്തു. രാഹുലിന്റെ ക്ലാസിക് ശൈലിയും സമ്മർദ്ദ ഘട്ടങ്ങളെ നേരിടാനുള്ള കഴിവും ഈ പരമ്പരയിൽ നിർണായകമായി. മറുവശത്ത് യുവതാരം ജയ്സ്വാളിന് ഈ പരമ്പരയെ പ്രതീക്ഷിച്ച സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടില്ല. മികച്ച തുടക്കങ്ങൾ ലഭിച്ചിട്ടും അവയെ വലിയ സ്കോറുകളാക്കി മാറ്റാൻ അദ്ദേഹത്തിന് പലപ്പോഴും കഴിഞ്ഞില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ സ്വാഭാവികമായ ആക്രമണോത്സുക ശൈലിക്ക് ഏത് നിമിഷവും മത്സരത്തിന്റെ ഗതി മാറ്റാൻ കഴിയും എന്നുള്ളതാണ് ഒരു പ്ലസ് പോയിന്റ്. ഓവലിൽ അദ്ദേഹത്തിന് ഫോം കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് വലിയ മുതൽക്കൂട്ടാകും. 3-ാം നമ്പറിൽ യുവതാരം സായി സുദർശൻ തന്റെ സ്ഥാനം നിലനിർത്തും. മാഞ്ചസ്റ്റർ ടെസ്റ്റിന്റെ 2-ാം ഇന്നിംഗ്സിൽ ഗോൾഡൻ ഡെക്കായെങ്കിലും ആദ്യ ഇന്നിംഗ്സിൽ 61 റൺസോടെ ടീമിന്റെ ടോപ്പ് സ്കോററായി അദ്ദേഹം തിളങ്ങിയിരുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിലെ അരങ്ങേറ്റത്തിൽ തന്നെ നിർണായക പ്രകടനം കാഴ്ചവെക്കാൻ സായി സുദർശന് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ടെക്നിക്കും ക്ഷമയും ഓവലിലെ സാഹചര്യങ്ങളിൽ ഇന്ത്യക്ക് സഹായകമാകും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കാൻ സാധ്യതയില്ല. ഇതോടെ മലയാളി താരം കരുൺ നായർക്ക് ഒരിക്കൽ കൂടി ബെഞ്ചിലിരിക്കേണ്ടി വരും. കരുൺ നായർക്ക് ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ സ്ഥിരമായ ഒരിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. 4-ാം നമ്പറിൽ പതിവ് പോലെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ തന്നെയാകും ബാറ്റിംഗിനെത്തുക. ക്യാപ്റ്റൻ എന്ന നിലയിലും ബാറ്റർ എന്ന നിലയിലും ഗില്ലിന് ഈ പരമ്പരയിൽ നിർണായക പങ്ക് വഹിക്കാനുണ്ട്. മാഞ്ചസ്റ്ററിലെ സമനിലയ്ക്ക് ശേഷം ഉയർന്ന ആത്മവിശ്വാസത്തിൽ ഗിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. 5-ാം നമ്പർ മുതലാണ് ടീമിൽ നിർണായകമായ മാറ്റങ്ങൾ വരുന്നത്. കഴിഞ്ഞ ടെസ്റ്റിനിടെ കാൽപാദത്തിന് സാരമായി പരിക്കേറ്റ വൈസ് ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറുമായ ഋഷഭ് പന്ത് ഓവലിൽ കളിക്കില്ലെന്ന് കോച്ച് ഗൗതം ഗംഭീർ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഭാവം ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാണ്. പന്തിന് പകരം ഇഷാൻ കിഷൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി ടീമിലെത്തും. ഇഷാൻ കിഷൻ വെടിക്കെട്ട് ബാറ്റിംഗിന് പേരുകേട്ട താരമാണെങ്കിലും ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹത്തിന് എത്രമാത്രം ശോഭിക്കാൻ കഴിയുമെന്ന് കണ്ടറിയണം. അദ്ദേഹത്തിന്റെ വിക്കറ്റ് കീപ്പിംഗ് കഴിവുകളും ഇവിടെ നിർണായകമാണ്. 6-7 സ്ഥാനങ്ങളിൽ സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർമാരായ വാഷിംഗ്ടൺ സുന്ദറിന്റെയും രവീന്ദ്ര ജഡേജയുടെയും ഊഴമായിരിക്കും. മാഞ്ചസ്റ്റർ ടെസ്റ്റിലെ കഞ്ഞി സെഞ്ചുറിയോടെ വാഷിംഗ്ടൺ തന്റെ ടീമിലെ സ്ഥാനം ഭദ്രമാക്കി കഴിഞ്ഞു. ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ടീമിന് സംഭാവന നൽകാൻ കഴിവുള്ള താരമാണ് വാഷിംഗ്ടൺ. ജഡേജ ആകട്ടെ ഈ പരമ്പരയിൽ തന്റെ കരിയറിലെ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ബാറ്റിംഗിലും ബൗളിംഗിലും ഫീൽഡിംഗിലും ജഡേജയുടെ സംഭാവനകൾ ഇന്ത്യക്ക് വലിയ മുതൽക്കൂട്ടാണ്. അദ്ദേഹത്തിന്റെ ഓൾറൗണ്ട് പ്രകടനം ഓവലും ഇന്ത്യക്ക് നിർണായകമാകും. ഇന്ത്യൻ പേസ് ബൗളിംഗ് നിരയിൽ ചില സുപ്രധാന മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. പരിക്കേറ്റ് പുറത്തായ ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡിക്ക് പകരം കഴിഞ്ഞ ടെസ്റ്റിൽ ഇറങ്ങിയ ഷർദുൽ താക്കൂറിന് കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് പേസ് ബോളർ എന്ന നിലയിൽ വിക്കറ്റുകൾ നേടാൻ കഴിഞ്ഞില്ല എന്നത് ഒരു പോരായ്മയാണ്. അതിനാൽ അദ്ദേഹത്തിന് പകരം യുവ പേസർ ഹർഷിത് റാണ ടീമിലേക്ക് വന്നേക്കും. റാണയുടെ വേഗതയും സ്വിംഗും ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങളിൽ ഗുണകരമാകും. 4-ാം ടെസ്റ്റിൽ നിറം മങ്ങിയ പേസർ അൻഷുൽ കംബോജിന് പകരം സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായ കുൽദീപ് യാദവ് കളിച്ചാൽ അത് കൂടുതൽ വിക്കറ്റുകൾ നേടാൻ ടീമിനെ സഹായിക്കും. ഓവലിലെ പിച്ച് സ്പിന്നർമാർക്ക് അനുകൂലമായേക്കാം എന്ന സാധ്യതയും കുൽദീപിന് അനുകൂലമാണ്. അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ ലെഗ് സ്പിൻ ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻമാർക്ക് ഒരു വെല്ലുവിളിയാകും. കഴിഞ്ഞ ടെസ്റ്റിനിടെ ഫിറ്റ്നസ് പ്രശ്നങ്ങൾ അലട്ടിയ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയ്ക്ക് 5-ാം ടെസ്റ്റിൽ ഇന്ത്യ വിശ്രമം നൽകിയേക്കും. പരമ്പര അവസാനിച്ചതിനാൽ അദ്ദേഹത്തിന് വിശ്രമം നൽകുന്നത് ഭാവി മത്സരങ്ങളിൽ ഗുണകരമാകും. അദ്ദേഹത്തിന് പകരം അരങ്ങേറ്റക്കാരൻ കൂടിയായ യുവ ഇടക്കയ്യൻ പേസർ അർഷ്ദീപ് സിംഗ് ടീമിലെത്തും. അർഷ്ദീപിന്റെ ഇടംകയ്യൻ പേസ് ബൗളിംഗ് ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻമാർക്ക് ഒരു പുതിയ അനുഭവമായിരിക്കും. മുഹമ്മദ് സിറാജിനും ഇന്ത്യ വിശ്രമം നൽകിയേക്കും. അദ്ദേഹത്തിന് പകരം ആകാശ്ദീപ് പ്ലേയിങ് 11ലേക്ക് മടങ്ങിയെത്തും. ആകാശ്ദീപ് നേരത്തെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള താരമാണ്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓവലിൽ ഇന്ത്യ ഇറക്കാൻ സാധ്യതയുള്ള പ്ലേയിങ് 11 താരങ്ങൾ KL രാഹുൽ, യശസ്വി ജയ്സ്വാൾ, സായി സുദർശൻ, ശുഭ്മാൻ ഗിൽ, ഇഷാൻ കിഷൻ, വാഷിംഗ്ടൺ സുന്ദർ, രവീന്ദ്ര ജഡേജ, ഹർഷിത് റാണ, കുൽദീപ് യാദവ്, അർഷ്ദീപ് സിംഗ്, ആകാശ്ദീപ് എന്നിവരാണ്. ഈ ടീം സന്തുലിതമാണെന്ന് പറയാം. പരിചയസമ്പന്നരും യുവതാരങ്ങളും ഉൾപ്പെടുന്ന ഒരു മിശ്രണമാണിത്.
ബാറ്റിംഗിൽ മികച്ച ഫോമിലുള്ള താരങ്ങളും ഓൾറൗണ്ടർമാരും ബൗളിംഗിൽ വ്യത്യസ്തത പുലർത്തുന്ന താരങ്ങളും ഈ ടീമിന്റെ പ്രത്യേകതയാണ്. ഓവലിലെ നിർണായക പോരാട്ടത്തിൽ ഈ ടീമിന് ഇന്ത്യക്ക് വിജയം നേടിക്കൊടുക്കാൻ കഴിയുമോ എന്ന് കണ്ടറിയാം.